ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ് അഗ്നി പരീക്ഷ ഇത്രയും ദിവസമായി കുറേ പേരെ എന്തിനാണ് അതിനകത്ത് നിർത്തിയിരിക്കുന്നത്, അൺഫെയർ ആയിട്ടുള്ള കുറേ പേരെ സേവ് ചെയ്ത് വിടുന്നു, അതുപോലെ ടാസ്കിൽ ജയിച്ചവർക്ക് അതിൻ്റെ പ്രയോറിറ്റി കിട്ടുന്നില്ല, ടാസ്കിൽ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് അവരെയൊക്കെ വെറുതെ ചുമ്മാ ഒരു ഇതായിട്ട് അവർക്ക് ചിലപ്പോൾ പെൻഡൻറ്റ് കൊടുക്കുന്നു, ചിലപ്പോൾ അത് ഊരി മാറ്റുന്നു, ചിലപ്പോൾ ഒരു പഴമായിട്ടുള്ള ക്യാപ്റ്റനാക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിലൊന്നും യാതൊരു യുക്തിയുമില്ലാത്ത പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒന്ന്, നിങ്ങൾ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരിക്കലും ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് ബലൂൺ പൊട്ടിച്ച് അല്ലെങ്കിൽ ഫുഡ് തിന്ന് അതിൽ ജയിച്ച് അവസാനം കുറച്ച് പേരെത്തുന്നു. അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു സാധനമല്ല ഇത് വെറുതെ നമുക്കിപ്പം ഒരു മണിക്കൂർ എന്തെങ്കിലും ഒരു സാധനം അവിടെ പെർഫോം ചെയ്യണം, അതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കണം ഒരു പുകമറ മാത്രമാണ് ഈ ടാസ്ക് ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ടാസ്കിൽ ഓഫ് കോഴ്സ് ഇവരുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണത് അത് നോക്കും, അതവരുടെ ക്യാരക്ടറിനെയാണ് നോക്കണം, അല്ലാതെ ആ ടാസ്ക് ജയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. ഇപ്പോൾ നല്ലതായിട്ട് പെർഫോം ചെയ്ത ടീമിൽ മോശം പെർഫോമൻസൊക്കെ ഉണ്ട്, ജയിച്ചവരായിരിക്കാം, നല്ലവരും ഉണ്ടാവും. അത് മാത്രമല്ല ഇവർ നോക്കുന്ന ക്രൈറ്റീരിയ. പിന്നെ കുറേ പേരെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പം കുറച്ച് പേരെ പറഞ്ഞു വിടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ തോന്നുന്നു, കാരണം നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയ കുറച്ച് പേരെ പുറത്ത് വിടുമ്പം അവരെ പുറത്താക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് നമുക്ക് പറയണതിൽ കാര്യമുണ്ട്. പക്ഷേ ഇന്ന ആളെ എന്തിന് നിർത്തിയത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1 hour എപ്പിസോഡ് മാത്രമാണ്. ഒരു എക്സാമ്പിൾ പറയാം, സോന അവിടെ എന്ത് തേങ്ങ ചെയ്തെന്നുള്ളത് നമുക്കറിയത്തില്ല. അവളെന്തിനാണ് ഇങ്ങനെ അവൾ വീണ്ടും നിൽക്കുന്നത്, അവൾ എന്താ അവിടെ കാട്ടിക്കൂട്ടിയിട്ടാണ് ചെയ്യണതെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ അഫിനിയാസ്, ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു, അഫിനിയാസിന് എന്തിനാണ് അവിടെ നിർത്തിക്കുന്നത്. ഞാൻ പിന്നെ ആലോചിച്ചപ്പം അവർ നിർത്തിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അവർ ഇത് കണ്ടിന്യൂസ് ഈ പ്രോഗ്രാം കാണുന്നവരാണ് ജഡ്ജിമാരും അവിടുത്തെ ആൾക്കാർ. നമ്മൾ 1 മണിക്കൂർ കട്ട് ചെയ്ത് മാത്രമേ കാണുള്ളൂ. അപ്പം ഇത് ചിലപ്പം ചിലരൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ സംസാരം നമ്മൾ കാണില്ല എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഒബിയസ്ലി ഇതിനകത്ത് പിൻവാതിൽ നിയമനം ഉണ്ടാവണം. ബിഗ് ബോസ് അല്ലേ, അവരെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ കൂടി തിരികെ കയറ്റിവിട്ട് അവരെ എന്തായാലും ബിഗ് ബോസിനകത്ത് എത്തിക്കുമായിരിക്കും. അതിപ്പോൾ നമ്മുടെ നാടിന് ശാപമാണ്, ഏത് മേഖല എടുത്താലും അതുണ്ടാവും, സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനം. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷേ ഇതുപോലെ ഇന്ന ആൾക്കാരെ എന്തിനാണ് നിർത്തിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോന ഇപ്പോഴും ഈ പറഞ്ഞ ഇത്രയും പേര് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യം മുതൽ സോന ടാർഗറ്റഡാണ്. ഒരുപാട് പേര് എന്തെങ്കിലും കാര്യം വന്നാൽ ഉടനെ സോനയുടെ പേര് വരും. ചുമ്മാ ഇരിക്കുന്ന ഒരാളങ്ങനെ പറയുമോ? അപ്പോൾ അവളവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അത് ബാക്കിയുള്ളവർ പിടിക്കുന്നില്ല. അവളൊരു നല്ല ഈസി ടാർഗറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവളെങ്ങനെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് എപ്പോഴും സോനയുടെ പേര് പറയുന്നത്. അപ്പം അതാണ് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ടാസ്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുപ്പിയിൽ വെള്ളം നിറച്ചും ബലൂൺ പൊട്ടിച്ചോ ഒരാളെ ജയിച്ച് പോണ സാധനമല്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരെന്താണ് അവിടെ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ഇവർ വിലയിരുത്തുന്നുണ്ട്. ഓരോ കാര്യം വരുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവർ അതിൽ പക്വതപൂർവ്വമുള്ള ഡിസിഷൻ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ, പ്രതികരിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ, ഇന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ടാസ്ക് എന്ന് പറയണത് ഇപ്പം ചിലപ്പം ഇന്നത്തെ ദിവസം ഒരു ടീം ഏറ്റവും താഴെ വരും, അതിലുള്ള 4 പേരെ പറഞ്ഞു വിടാൻ വേണ്ടി മാത്രമാണ് ഈ ടാസ്ക്. അതിൽ 4 പേരും ഇത്തിരി കൊള്ളാമെന്നുള്ള ആരെങ്കിലും ആണെങ്കിൽ അവരെ ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വേറെ ഈ പെൻഡൻറ്റ് കിട്ടിയവരെ കൊണ്ട് വേറെ 2 പേരെ കൂടി എടുത്തിനകത്തിടുന്നത്. ചിലപ്പോൾ നല്ല ടീമിലുള്ള 8 പേര് നല്ലവരായിരിക്കും, 4 പേരെ കളഞ്ഞേ പറ്റുള്ളൂ. അവരായിരിക്കും എന്തോ ഗതികേട് കൊണ്ട് ഏറ്റവും ലാസ്റ്റ് വന്നത്. അങ്ങനെയാണെങ്കിൽ കളയാൻ പറ്റി 2 പേരെ കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൻഡൻറ്റ് വെച്ചിട്ടുള്ളവർക്ക് ഇത് ചോദിക്കുന്നത്. പക്ഷേ ബാക്കി രക്ഷപ്പെട്ടു പോകണവർ ഇന്ന് രക്ഷപ്പെടുന്നേ ഉള്ളൂ, നാളെ അവരെന്തായാലും പിടിക്കും. ഇന്ന് ഒരു ദിവസം സർവേ ചെയ്ത് പോകാമെന്ന് മാത്രമേ ഈ ടാസ്കിനെ കൊണ്ടുള്ള പ്രയോജനമുള്ളൂ. ബാക്കി അറ്റ് ദ എൻഡ് ഈ പരിപാടി തീരുമ്പോഴേക്കും അവസാനം ഇവർ കുറച്ച് പേരെ അവർ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളൂ. അവർ തന്നെ, അതിന് ഞാൻ പറഞ്ഞു, രാകേഷ് ഉണ്ടാവും, ലോലിറ്റ ഉണ്ടാവും, താഷി ഉണ്ടാവണം. ഈ 3 പേരും ഏകദേശം ഉറപ്പാണ്. ബാക്കിയുള്ളവരത് ഇനി പോകണനുസരിച്ച് നമുക്ക് പറയാം. എനിക്ക് കണ്ടിട്ട് തോന്നിയതാണേ. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഓഡീഷൻ നിങ്ങൾ അവിടെ ഇൻറ്റേർണലി നടത്തിയെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് വേണമോ കാണിച്ചോ. പക്ഷേ ഇത് ആൾക്കാരെ കാണിച്ച് 1 മണിക്കൂർ പരിപാടി പ്രേക്ഷകൻ കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള പ്രേക്ഷകൻ്റെ ഒരു ഇതും കൂടി. ഇതിലും ഭേദം എനിക്ക് പാലക്കാട് രഞ്ജിനി ഹരിദാസ് വന്നത് 2 പള്ളു വിളിച്ചിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരിക്കും, അതെങ്കിലും കണ്ടോണ്ട്. ഇതൊന്നുമില്ല. ഒരു ടാസ്ക് കൊടുക്കുമ്പം 1 hour എപ്പിസോഡിൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് എം&യക്ക് ഒരു 8 പേരെ മാക്സിമം വച്ചത് ചെയ്യിപ്പിച്ചാൽ ഓക്കെ, രസമായിരിക്കും. 32 പേരുണ്ട്, 32 പേരെയും കൊണ്ട് എം&യക്ക് കാണിച്ചുകൊണ്ടിരുന്നത് ഇവരിങ്ങനെ കഴിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, അവർ ആൻസർ. നമുക്കതിൽ എന്ത് തേങ്ങയാണ് കിട്ടുന്നത്, നമുക്കത് റിപ്പറ്റീഷൻ ലാഗല്ലേ വരുള്ളൂ. ഞാൻ ഇന്നലെ 12:15 ഇത് കണ്ടു തുടങ്ങി, 3 മിനിറ്റ് കാണും, ഞാൻ കണ്ണടച്ചിരിക്കും, കുറേ നേരം കഴിയുമ്പോൾ കുറേ മിസ്സാവും, വീണ്ടും ബാക്ക് അടിക്കും, പിന്നെയും കാണും. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ 2-2:30 ഇത് കണ്ടു തീർത്തപ്പം പിന്നെ അങ്ങനെ വീഡിയോ ഉണ്ട്. അതുകൊണ്ടാണ് രാവിലെ പതുക്കെ സമാധാനം ഇടാമെന്ന് വിചാരിച്ചത്. അതിന് മാത്രം വീഡിയോ ഇടാൻ മാത്രം ഒന്നുമില്ല അതിനകത്ത്. ഒരു തേങ്ങ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര ബോറടിയായിരുന്നു. ഇപ്പോൾ ഇത് പ്രേക്ഷകർ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എഡിറ്റിങ്ങിലെങ്കിലും ഇത്ര ലെങ്ത് വേണ്ട. എന്തിന് ഇത്ര ലെങ്ത്? ഇപ്പോൾ അവർ വന്ന് നിന്നിട്ട് മറ്റേ ഡൈസ് ഇട്ടിട്ട് തിരഞ്ഞെടുക്കുന്നു,
അവർ ഇന്ന ആൾക്കാരെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അവരെ ഡൈസിട്ട് തിരഞ്ഞെടുത്തോ ഇറക്കി കുത്തി തിരഞ്ഞെടുത്തോ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലാടേ. അതെന്തെങ്കിലും ആവട്ടെ, അതുപോലെ അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും സാധനമായിരിക്കണം. ചുമ്മാ ഡൈസ് ഇടുന്നു, ഇവനെ തിരഞ്ഞെടുക്കുക, ഇങ്ങനെ പറഞ്ഞെടുത്തിട്ട് കാര്യം തോന്നുന്നു. ഇവർ ടീം തിരിക്കുന്നു, അവർ ഇന്ന ആൾക്കാരെ എടുത്തു എന്നുള്ള കാണിച്ചത് ഇത്രയും ലെങ്ത് കൊടുക്കേണ്ട കാര്യമില്ല. വെറുതെ എന്തെങ്കിലും കാണിച്ച് 1 മണിക്കൂർ തള്ളിക്കൊണ്ട് പോകാനുള്ള രീതി അങ്ങ് മാറ്റി. ഇനിയെങ്കിലും നിങ്ങൾ ഇടുന്ന എഡിറ്റ് ചെയ്ത് ഒരു 40 മിനിറ്റ് ആയാലും മതി. 1 മണിക്കൂർ എന്തിനാണ് ഇത്രയും മനുഷ്യനെ വെറുപ്പിക്കണേ? അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് പെൻഡൻറ്റ് കിട്ടിയവർ കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രിവിലേജ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്ത് കൊടുക്കാം, എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കാം, എന്ത് കൊടുക്കണം, ഇത് കൊടുക്കണോ, അത് കൊടുക്കുമോ, എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം തള്ളി. അപ്പം എവിക്ഷൻ പേടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആര്, നമ്മുടെ റനീഷ. എവിക്ഷനിൽ വരാതിരിക്കുന്നതായിരിക്കും നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടിയ കൊള്ളാമെന്ന് ഇവരാരോ പറഞ്ഞ്, പെൻഡൻ്റ് കൊണ്ട് ഉപയോഗം. അത് എവിക്ഷനിൽ വരാൻ പേടിയാണോ ചോദിച്ച്. എവിക്ഷനിൽ വരാൻ പേടിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും രഞ്ജിനി ഹരിദാസ് ആരാണെങ്കിൽ പറയണത് ഓർക്കണം. കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടാവും ബിഗ് ബോസിനകത്ത് വെച്ചിട്ട്. എനിക്ക് ഓർമ്മയില്ല, 5ാമത്തെ സീസണിലല്ലേ എവിക്ഷനിൽ വരാൻ പേടിയായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തതെന്ന കൂട്ടുകാരുടെ പറയേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പം അഖിൽമാരോ എന്തോ പറയുന്നുണ്ട്, അവളൊരു കോമഡി ഉണ്ടാക്കാനുള്ള ശ്രമം പാളിപ്പോയി. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റനെ പിടിച്ചാക്കി. ഇവർക്ക് നിങ്ങൾക്ക് എന്ത് വേണം, പെൻഡൻറ്റ് കിട്ടി, ഓൾറെഡി എന്തോ പ്രിവിലേജ് ഉണ്ടാവുണ്ട്, ഒന്നുകൂടി ഇരിക്കട്ടെ. ക്യാപ്റ്റൻ ആക്കുന്നതിന് പകരം പെൻഡൻറ്റ് വെച്ചിട്ട് തന്നെ ഇവർക്ക് ആ പ്രിവിലേജ് കൊടുത്താൽ പോരെ, ക്യാപ്റ്റൻ എന്നുള്ള പേരിൽ വെറുതെ. അപ്പോൾ ഇതിൽ ഇവരെടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ടീം ഉണ്ടാക്കുക എന്നുള്ള പ്രിവിലേജ് കൊടുത്ത്, നല്ലൊരു പ്രിവിലേജാണ്. ഇപ്പോൾ നോക്കിയെടുക്കുക, ആൾക്കാരെ നോക്കിയെടുക്കുക. ഈ 4 പേരും കൂടി 4 ടീം ഉണ്ടാക്കണം, 8 പേരടങ്ങുന്ന 4 ടീം. ഇതിൽ ഇവരുടെ അവിടെ വെക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയണമെങ്കിൽ അവൻ സേഫ് ആവണം, ഈ എടുക്കണവൻ സേഫ് ആവണം. അതുകൊണ്ട് ആ ടീം പറ്റുമെങ്കിൽ ജയിക്കുകയും വേണം. ജയിച്ചു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ ദിവസം അങ്ങ് തള്ളിപ്പോവും. അപ്പോൾ കളിക്കാൻ അറിയാമെന്നുള്ള ഒരു 4 പേര് എടുക്കുക, പാഴുകൾ ഒരു 4 എടുക്കുക. പാഴുകളെന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ കാണുമ്പോൾ അറിയാമല്ലോ ഇതൊക്കെ എത്ര ദിവസം പോകുമെന്നുള്ള അറിയാമെന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു 4 പേരെയും കൂടി എടുക്കുക. അപ്പോൾ ഇൻ കേസ് ആ മറ്റേ 4 പേരുടെ കഴിവ് വെച്ചിട്ട് 8 പേരല്ലേ ടോട്ടലുള്ളൂ, അപ്പോൾ 3 പേര്, ഓക്കെ, 4 പേരുടെ കഴിവ് വെച്ച് ഇവർ ആ ടാസ്ക് ജയിക്കാം. ഇനി തോറ്റ് കഴിഞ്ഞാലും പുറത്താവുകയാണെങ്കിൽ മറ്റേ 4 പോവുള്ളൂ. അങ്ങനെ ഒരു കാൽക്കുലേഷൻ വേണം. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കാൽക്കുലേഷനിൽ എടുത്തത് നമ്മുടെ ഇവനാണെന്ന് തോന്നുന്നു, താടി മുടി നീട്ടി വളർത്തിയപ്പോൾ അതിൻ്റെ പേര് ഷിജു എന്നാണെന്ന് തോന്നുന്നു. മറ്റേ സ്കെൽറ്റ്, ഇത് നല്ല രീതിയിൽ തിന്നാണ് ചെറുക്കൻ. അവൻ്റെ ടീം മാത്രമാണ് അങ്ങനെ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ടാസ്ക് കൊടുത്തത് ഇത് എം ആൻഡ് യക്ക്, ഫ്രഷ് ടാസ്ക്കാണ്. ലാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക്കാണ് കേട്ടോ. ഒരു ഫുഡ് കഴിച്ചിട്ട് അത് കയ്പ്പാണോ മധുരമാണോ എന്നുള്ളത് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് പറയണം. അത് വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. മധുരം തന്നെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാം, അപ്പോൾ അവർ വിചാരിക്കും മറ്റേതായിരിക്കും, ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാം. ഈ കയ്പ്പെടുത്തിട്ട് കയ്പ്പല്ലാത്ത രീതിയിൽ കട്ടക്കി നിൽക്കാം. ചിലപ്പോൾ ഒരു എക്സ്പ്രഷൻ കൂടാതെ കഴിക്കുക, അവർ കണ്ടുപിടിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഒരു ലക്ക് ഫാക്ടറാണ്. അത് പല രീതിയിൽ സ്ട്രാറ്റജിക്കലായി ചെയ്തത്. പക്ഷേ ഇവർ മെജോറിറ്റിയും എക്സ്പ്രഷൻ ഇല്ലാതെ എന്തെങ്കിലും അവർ പറയണമെങ്കിൽ പറയട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ തമിഴ് ബിഗ് ബോസിൽ അവർ ചെയ്തത് നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ ഒരു എക്സ്പ്രഷനും കുറച്ച് ഓവറായിരുന്നെങ്കിലും രസമായിരുന്നു, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഇവർക്കൊന്നും ഇത് 32 പേരുടെ മുഖങ്ങൾ ഒരു നിർവികാരമായിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. എത്ര സമയമെന്ന് അറിയാമോ? അപ്പോൾ ഏതൊക്കെ ടീം കളിക്കണമെന്നുള്ളത് ടോസ് ഇട്ടെടുക്കണം, ഏത് ടീം വേണമെന്ന്. ഒരു ടീമിനെ അങ്ങ് പറഞ്ഞാൽ പോരുടെ, ഇതിലൊക്കെ വലിയ കാര്യമുണ്ട്. അതിന് ടോസ് ഇടാൻ കുറച്ച് സമയം. ടോസ് എന്ന് പറഞ്ഞാൽ ഡൈസ് ഇട്ടിട്ട് ഇപ്പോൾ മുകളിൽ അതിൽ ഒരു ഡൈസ് ഒരുത്ത എറിഞ്ഞ് പൊട്ടിച്ച് ആദ്യത്തെ റൗണ്ട് 4-4 ടൈ ആയി. ഒരു ടീം മൊത്തം യക്ക് പറയണം, അതിൽ എം പറയണം. തിരിച്ച് വന്നിട്ട് മറ്റേ ടീം കണ്ടുപിടിക്കണം, ഇവർ പറയണം. അങ്ങനെ ആദ്യത്തെ റൗണ്ട് 4-4 ആയി. അടുത്ത റൗണ്ട് വന്നപ്പോഴേക്കും ഷിജുലാലാണ് അവൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഷിജുലാൽ ജയിച്ചു. പക്ഷേ ഷിജുവിൻ്റെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് പൊട്ടി അവൻ പോക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വാണിംഗ് കൊടുത്ത്, ഇതെന്ന് പറഞ്ഞാൽ വളരെ മൂല്യമായിട്ടുള്ള ഇതാണ്, ഇതൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല, ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തേങ്ങയാണ്, അതുകൊണ്ട് മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്, ഇനി പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട്, വളരെ പൊട്ടിയില്ല ഇനി എന്തിനു പൊട്ടായി എന്നും പറഞ്ഞിട്ട് അവനൊരു വാണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇത് നീട്ടിക്കൊണ്ട് പോയി. പിന്നെ അവിടെ ഒരു തർക്കം ഉണ്ടായി, എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തർക്കമൊന്നും ഉത്തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉറക്കപ്പിച്ചിലേക്കാണ്, ക്ഷമിക്കും, വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എന്തായാലും. അങ്ങനെ ഷാനോ, ജെറ്റി, നന്ദകിഷോർ എന്നിവരെ 3 പേരെ ഡേഞ്ചർ സോണിലിടാൻ പറഞ്ഞ് ഈ 3 പേരെയും പിടിച്ച് ഡേഞ്ചർ സോണിലിട്ടു. അങ്ങനെ അടുത്ത് എയും ആൻഡ് സിയും തമ്മിലുള്ള മത്സരമായിരുന്നു. എ ആൻഡ് സിയുടെ മത്സരത്തിൽ ആദ്യത്തെ റൗണ്ട് ഒരു ടീം 6-3 എന്ന രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് ലാസ്റ്റ് കളിച്ച് വന്നപ്പോഴേക്കും 8-8 ടൈ ആയത്. ഈ ടൈ ആയ സമയത്ത് ടൈ ആയതുകൊണ്ട് വീണ്ടും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. 2 പേര് വരിക, 2 പേരും ഒരു കയർ കൊടുത്തിട്ടുണ്ട്. ഒരുത്തൻ കയർ മുറുക്കി കെട്ടുക, 2 പേരും അവർക്ക് കിട്ടിയ കയർ മുറുക്കി കെട്ടുക. അടുത്ത റൗണ്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവൻ കെട്ടിയത് അവ അഴിക്കണം, അവൻ കെട്ടിയത് ഇവ അഴിക്കണം. ആരാദ്യം അഴിക്കും അവരാണ് ജയിക്കുന്നത്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ പോണവൻ്റെ മരണമാണ്. കാരണം ഈ കംപ്ലീറ്റ് ടീം ടൈ ആയിട്ട് നിൽക്കുന്ന അവർ ഒരു ദിവസം കളിച്ച് നിന്ന സമയത്ത് ഇനി തോറ്റ് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ വരും, ഇവൻ മറ്റേ ഡേഞ്ചർ സോണിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ടും അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രണവും അപ്പുറത്ത് വേറെ ആര്
വിശാഖും കൂടിയാണ് പോയത്. അങ്ങനെ ആ മത്സരം കഴിഞ്ഞപ്പോഴേക്കും വിശാഖ് ചവിട്ടിപ്പിടിച്ചും ഇടിച്ചും കോച്ചും അവനെ കൊണ്ട് പണ്ടാറടക്കുന്ന രീതിയിലൊക്കെ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ജയിച്ചു. അങ്ങനെ മൊത്തത്തിൽ പ്രവീണിൻ്റെ ടീമാണ് ഈ ടാസ്ക് വിൻ ചെയ്തത്. അപ്പോൾ ആരാണ് ഇതിൽ ഇവരുടെ വോട്ടെടുക്കുമല്ലോ, ആരാണ് ഇതിൽ 3 മോശം കണ്ടസ്റ്റൻസിൻ്റെ മോശം പെർഫോമേഴ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ആ 3 പേരെ എടുത്ത് ഡേഞ്ചർ സോണിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തുടക്കത്തിൽ പ്രണവ് എന്തായാലും തോറ്റല്ലോ, ഇനി ഒരു ചാരാനൊരു മരമായല്ലോ. പ്രണവിൻ്റെ പേരാണ് പറഞ്ഞത്. എല്ലാവരും ആദ്യം ഫസ്റ്റ് പേര് പ്രണവ്, എന്നിട്ടാണ് വേറൊരാളെ പറയണത്. അടുത്ത് വീണ്ടും പ്രണവ് അവസാനം ഇങ്ങനെ കേട്ട് വന്ന് പ്രണവും തന്നെ പ്രണവ് എന്ന് പറയും. സോറി ഞാനല്ല, അത് ഞാനല്ലേ, എൻ്റെ കിളി അങ്ങ് പോയി. അങ്ങനെ 3 പേരെ വീണ്ടും അവർ തിരഞ്ഞെടുത്തു. 3 പേരെ തിരഞ്ഞെടുത്തു. വർഷ, ഷാമോൻ, സ്റ്റിനിയ. വർഷ പിന്നെ മറ്റേ പ്രണവിനെയും കൂടി ഔട്ട് ഹൗസിൽ കൊണ്ടിട്ടു. അപ്പോൾ ഈ 2 ടാസ്കും ജയിച്ച ക്യാപ്റ്റനായിട്ടുള്ള ഷിജുവിനും പ്രവീണിനും സ്പെഷ്യൽ പവർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏത് ടീമിൽ നിന്ന് വേണമെങ്കിലും 2 ഓരോരുത്തരെ വെച്ച് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഷിബിന നമ്മുടെ ബ്രൗണിഷ് ഗേൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഈ ബാഹെന്ന് പറഞ്ഞ് ഷിബിനെ പിടിച്ച് നോമിനേറ്റ് ചെയ്തിട്ടു. പ്രവീൺ ഷിജിനെ പിടിച്ചിട്ട് കുറച്ച് എന്തൊരു അഗ്രസീവാണ് എന്നെന്തോ പറഞ്ഞുകൊണ്ടാണ് പിടിച്ചുകൊടുത്തത്. അവൻ അഗ്രസീവാണെന്ന് നമ്മളൊന്നും കണ്ടില്ല. അങ്ങനെ വരികയാണ് അടുത്ത റൗണ്ട് എലിമിനേഷൻ. ഈ എല്ലാത്തിനെയും പിടിച്ച് ഒരു ബസ്സിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും പോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ജഡ്ജസ്മാർ ഒന്ന് ഓരോരുത്തരായിട്ട് കട്ട് ചെയ്യണവരൊക്കെ എലിമിനേറ്റ് ആയി പോകണം. അവിടെ തന്നെ ബസ്സിൽ തന്നെ നിൽക്കുന്നവർക്ക് യാത്ര തുടരാം എന്നുള്ളതാണ് എൻ്റെ ലോജിക്ക്. ആ തീം അതാണ്. അങ്ങനെ ഒരു ബസ്സിൻ്റെ രീതിയിൽ അവരെല്ലാവരും നിൽക്കുകയാണ്. ഇപ്പോൾ രഞ്ജിനി ആദ്യം വരുന്നു. രഞ്ജിനി ആദ്യം വന്ന് ജെറ്റിയെ അങ്ങ് സേവ് ചെയ്യുന്നു. ജെറ്റിക്ക് ഇനിയും കുറച്ചുകൂടി സമയം കൊടുത്തു നോക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. തൊട്ടടുത്ത് സോനയെ സേവ് ചെയ്യുന്നു. സോനയെ സേവ് ചെയ്തപ്പം ഇവൾ എന്തിനു സേവ് ചെയ്തത് എന്നാണ് അവിടെയുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ നോക്കിയത്. മാരാർ വന്നിട്ട് ഷിജിനെ സേവ് ചെയ്ത്. ഷിജിനിൽ എന്തോ ഒരു സാധനം ഉണ്ട്. ഷിജിന് ഓവറായിട്ട് ബഹളം വയ്ക്കണമെന്നില്ല, പക്ഷേ അവൻ ഭയങ്കര എന്ന് പറഞ്ഞാൽ ബാക്കി ഇവരൊക്കെ കെയറിങ് ആണ്. അവൻ ഒരു ടാസ്ക് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അവൻ ഹെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവൻ കറക്റ്റ് ഒരു കോർഡിനേറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവനുണ്ട്. അതുകൊണ്ട് ഷിജിനെ അങ്ങനെ കളയേണ്ടെന്ന് വെച്ചാൽ ഷിജിനെ സേവ് ചെയ്യുന്നു. ഷാമോനെ സേവ് ചെയ്യുന്നു. റിയാസ് വന്നിട്ട് പ്രണവിനെ സേവ് ചെയ്യുന്നു. റിയാസിനെ വന്ന് പിന്നെ നോക്കിയപ്പോൾ ആരുണ്ട്, ബ്രൗണിഷ് ഗേൾ, ഓ ദാറ്റ് ബ്യൂട്ടിഫുൾ ബ്രൗണിഷ് ഗേൾ കം ഹിയർ എന്ന് പറഞ്ഞിട്ട് അവളെയും കൂടി സേവ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഉള്ളത് നന്ദകിഷോർ, ഏഞ്ചലീന മരിയ അല്ല, അത് ആ മാരാറിൻ്റെ ടീമിലുള്ള മറ്റേ രാത്രി പട്ടിക കുറയ്ക്കുമെന്ന് സ്വപ്നം കാണുന്ന കൊച്ചല്ലേ, ഒമറുലിൻ്റെ പടത്തിലുള്ള അതിനെ കണക്കിരിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനെ പിടിച്ചിട്ട് അപ്പോൾ ഇതിൽ എവിറ്റായിരിക്കുന്നത് പറഞ്ഞാൽ നന്ദകിഷോർ. ആ പേര് അവനൊന്നും ചെയ്തില്ലെങ്കിലും ആ ഒരു എപ്പിസോഡിൽ 10 പ്രാവശ്യം നന്ദകിഷോർ എന്നുള്ള പേരുകളിങ്ങനെ മുഴങ്ങി കേൾക്കുമായിരുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല. അവനിങ്ങനെ ചിരിച്ചിരിച്ച് നിന്നിട്ട് അവൻ ആ വഴിക്ക് തന്നെ അങ്ങ് പോയി. ഏഞ്ചലീന മരിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവളും പുറത്തായി. അവളെ യഥാർത്ഥ പേരെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവളിനി കാണാനല്ലോ, അവൾ കുഴപ്പമില്ല, ഏഞ്ചലിൻ്റെ മരിയ തന്നെ എഴുതോട്ടെ. സ്റ്റിനിയ കൃപാസനത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് വന്നതാണ്. ഷാനോ, ഇത്രയും പേര് എവിക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 4 പേരെ പറഞ്ഞുവിടുകയാണ്. അപ്പോൾ ഇനി ഈ 32 എന്നുള്ളത് 28ആയി. ഇനിയെങ്കിലും നല്ല ടാസ്കുകൾ കൊടുക്കുക. ടാസ്ക് വെച്ചിട്ട് നിങ്ങളെ വിലയിരുത്തണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നമുക്ക് കാണാൻ എൻ്റർടൈൻമെൻറ്റ് കോമഡി ആയിട്ട് എന്തെങ്കിലും വേണ്ടേ. ഇല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസിനെ കഴിച്ചു വിടുക. എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. രഞ്ജിനി ഹരിദാസ് അവിടെ കിടന്ന് വയലൻ്റ് ആയപ്പോഴേക്കും ഇവർ എന്നെ പറഞ്ഞാണ് കുറച്ച് ഓവറാണ്, അടങ്ങാൻ പറഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസിനെ അടക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം രഞ്ജിനി ഹരിദാസ് അങ്ങനെ മൂച്ച് പുറത്ത് കാണിച്ചിട്ടില്ല. മറ്റവനെ കാണാമല്ലോ, റിയാസ് എന്തിനാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട്. റിയാസ് പൊത്ത കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിഗ് ബോസിൽ കാണിച്ച മൂച്ചൊക്കെ ഉള്ളൂ കേട്ടോ. ഈ പരിപാടിയൊന്നും സെറ്റാവില്ല. ഇതേ സമയം ഇവരെ പോയി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചൊറിഞ്ഞ് മാന്തി പൊളിച്ച് അവരെ വായിരിക്കണ കേൾക്കാനുള്ള ഒരു സാധനമാണ് ഇവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നന്നായി ചെയ്യുമായിരുന്നു. ഇത് പറ്റില്ല. ജഡ്ജസ് ആയതുകൊണ്ട് അവർക്ക് തിരിച്ച് ചൊറിയാൻ പറ്റില്ല, കേട്ടോണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇവൻ ഇങ്ങനെ ചൊറിഞ്ഞ് അവരെ വായിരിക്കണ കേൾക്കുമ്പോൾ ഒരു മറ്റേത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.